ഹലോ ഗൈസ്, വെൽക്കം ടു നമ്മുടെ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇന്ന് ഡിഫറെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കുറച്ച് ഫിഷ് വാങ്ങിച്ചിട്ടുണ്ട്. ആ ഫിഷ് എൻ്റെ സ്റ്റൈലിൽ ഞാൻ എങ്ങനെ കറി വയ്ക്കുന്നു അതിൻ്റെ കൂടെ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ കോണ്ടന്റ്. ഓക്കെ, ഗെറ്റ് റെഡി. അങ്ങനെ നമ്മുടെ ഫിഷൊക്കെ നല്ല വൃത്തിക്ക് വാഷ് ചെയ്ത് ഇതിലാക്കിയിട്ടുണ്ട്. ഇത് ഫുള്ളും കറിയാക്കത്തില്ല കേട്ടോ. പകുതി എടുത്ത് നമ്മൾ വറക്കും, പകുതി മുളക് കറി. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് പോവാല്ലേ കറികളിലോട്ട്. എനിക്ക് കഥയൊക്കെ പറയണമെന്നുണ്ട്. ഇന്നത്തെ എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ കണ്ടു. അയ്യോ, ഒരു രോദനത്തിലിരിക്കുന്നല്ലേ. അത് ഈ ഫിഷ് വൃത്തിയാക്കുന്നതുകൊണ്ട് അങ്ങ് പൊക്കിയെടുത്ത് കെട്ടിയതാണ്. വൃത്തിക്ക് കെട്ടിയിട്ട് വരാം. എങ്ങനെ വച്ചിട്ടും ആ പേട്ട് മുടി അങ്ങനെ തന്നെ നിൽക്കുന്നു. അപ്പം പിന്നെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചേഞ്ച് ചെയ്യണ്ടല്ലോ. ഇന്ന് എനിക്ക് സ്റ്റോറി പറയാനുള്ള മൂഡില്ല. ഇന്ന് നമ്മൾ ആരെയും കുറ്റം പറയാതെ നമ്മുടെ കിച്ചൺ ഡ്യൂട്ടി മാത്രം ചെയ്യണം. ഇതാണ് എൻ്റെ കിച്ചൺ. ഒരു ചെറിയ കിച്ചണാണ് കേട്ടോ, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച എൻ്റെ ഇത് കുഞ്ഞു കിച്ചണാ, ഒരു വാഷിംഗ് മെഷീൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കിച്ചൺ പണി തുടങ്ങാം. കുറച്ച് മെസ്സിയായിട്ട് കിടക്കുന്നുണ്ടോ? ഇല്ലല്ലോ അല്ലേ. ഇനി 2 months കൂടിയേ ഉള്ളൂ ഈ വീട്ടിൽ നമ്മൾ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഫിഷ് നമുക്ക് ഇപ്പോഴത്തെ ഇതിലോട്ട് മാറ്റിയിട്ട് കറി വെക്കാൻ തുടങ്ങാം. ഒന്നും അരിഞ്ഞിട്ടില്ല. സഡൻലി ചെയ്യുമ്പോൾ തന്നെ എല്ലാം ചെയ്യാം. ഞാനത് വലിയ കുക്കൊന്നുമല്ല, എന്നാലും നമുക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇതിന്ന് കുറച്ച് ഫിഷ് തിരഞ്ഞെടുത്ത് മാറ്റിയിട്ട്, കാണുന്നുണ്ടോ കൂട്ടുകാരി? കാണുന്നുണ്ടോ? ഇങ്ങനെ വെക്കുമ്പോൾ ഇത്തിരി കൂടി കാണാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. ഇനി ഷോർട്സ് ഇട്ടിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് അടുത്ത പരദൂഷണമൊന്നും പറഞ്ഞുണ്ടാക്കരുത്. ബിക്കോസ് വീട്ടിലെല്ലാവരും ഇങ്ങനെയൊക്കെ അല്ലേ ചെയ്യുള്ളൂ. ആർട്ടിഫിഷ്യലായിട്ട് സാരിയൊക്കെ ഉടുത്തിട്ട് വന്ന് വീഡിയോ ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും. ഞാൻ ഈ തപ്പുന്നത് ഈ സുനിയാണ് ഞാൻ തപ്പിയത്. ഓക്കെ, നമുക്കിതൊന്ന് കുറച്ച് ഫിഷ് ഇങ്ങനെ വരയിട്ട് കൊടുക്കാം. അപ്പോഴേ ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്തെങ്കിലും ഒരു വീഡിയോ ഇടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഞാൻ ഭയങ്കര ഫിഷ് അഡിക്റ്റഡ് ആണ് കേട്ടോ. എനിക്ക് ഈ ചിക്കൻ ബീഫിനെക്കാളിലും ഒക്കെ ഇഷ്ടം എനിക്ക് ഫിഷാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ ചൂര മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ടൊന്നും ഞാൻ ഇങ്ങനത്തെ മീനൊന്നും കഴിക്കത്തില്ലായിരുന്നു. അമ്മ എപ്പോഴും പറയും ഈ ഫിഷ് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര കുറച്ച് ടൈറ്റായിരുന്നു. ഞാൻ മുറിക്കാൻ പോയതാണ്. ഇപ്പോൾ ഉള്ളിയൊന്ന് ഇടിച്ചു കുത്തിയിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ട് ഇതെടുത്തു. ഇത് കുറച്ച് യൂസ് ചെയ്യും. ഇത് ഇത്രയും യൂസ് ചെയ്യും. ഇത് എൻ്റെ കറിയുടെ ഇതാണ് കേട്ടോ. എല്ലാവരുടെയും കാര്യമൊന്നും എനിക്കറിയില്ല. അവരവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനമല്ല എല്ലാവരും യൂസ് ചെയ്യുള്ളൂ. ഇത് വാഷ് ചെയ്ത് വച്ചിരുന്നതാണ് കേട്ടോ. പിന്നെ ബാക്കി സാധനമൊക്കെ എടുത്തിട്ടോട്ടെ. എല്ലാം കൂടെ ഇട്ട് വച്ചേക്കുവാണ്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാനിത് ശുദ്ധം അടിച്ചാന്നൊക്കെ തോന്നുന്നതിൽ ഒരു കുറ്റമില്ല. ഇത് കഴിയാറാണ്. പിന്നെ ആകെ വാങ്ങുന്നത് ഒരു 100 ഗ്രാമിൻ്റെ കവറാണ്. ഈ കവർ ഇടാൻ വേണ്ടിയിട്ടൊരു ഡപ്പി വേണം. കിലോ കണക്കിന് വാങ്ങുന്ന വരാൻ ഡപ്പികളൊക്കെ സൂക്ഷിക്കണം. ഇതൊക്കെ എൻ്റെ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കറണ്ട് പോയി അതുകൊണ്ട് ഇത്രയും പെർഫെക്ഷൻ ഉള്ളു. ഇത് ഇൻവെർട്ടറാണ് കേട്ടോ. മറ്റേ ലൈറ്റ് കത്തത്തില്ല. അതുണ്ടെങ്കിൽ കുറച്ച് വെട്ടം കിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ ബാക്കിയുള്ള സാധനമൊക്കെ ഇട്ടിട്ട് എന്തൊക്കെയായിട്ടത് കുറച്ച് മുളക് പൊടി, മറ്റേ കൊത്തുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ മറ്റേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില ഇത്രയും ഇട്ട് നല്ലതുപോലെ
അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു 1 hour ഇരുന്നാലേ അതിൻ്റെ അകത്ത് പിടിക്കുള്ളൂ. ഈ ലൈറ്റ് ഇങ്ങനെ ഇരിക്കുന്ന കാരണം വെട്ടം തീരെ കിട്ടുന്നില്ല. കണ്ടോ, ഈ ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഇങ്ങനെ വെച്ചാൽ എനിക്ക് കറി എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് കറണ്ട് വന്നിട്ട് നോക്കാം. ബായ്. ഓക്കെ, നമുക്ക് കറി സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചട്ടിക്കകത്ത് ഗ്യാസ് കത്തിച്ച് ചട്ടി വെച്ചു. ആ വെള്ളം ഒന്ന് വറ്റട്ടെ. അപ്പോഴത്തേക്കും നമുക്കിത് വാഷ് ചെയ്ത് വെക്കാം. ഓൾറെഡി വാഷ് വീഡിയോഗ്രാഫറിനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. വീഡിയോഗ്രാഫറാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഇതിൻ്റെ അകത്ത് അരിഞ്ഞിടാം. എനിക്ക് ആധികാരികമായിട്ട് കറിയൊന്നും ഉണ്ടാക്കാറുണ്ട്. ഞാൻ എൻ്റെ സ്റ്റൈലിലങ്ങ് ഉണ്ടാക്കുക കേട്ടോ. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ചെയ്യട്ടെ ഗൈസ്. കണ്ടോ ഗൈസ്, എൻ്റെ കുട്ടിപ്പട്ടാളമാണ് എൻ്റെ വീഡിയോഗ്രാഫർ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വോയിസ് ഇടുക. കുറച്ച് വെള്ളമുണ്ട്. കൊതുക് ഗൈസ്, കൊതുക്. ആ, നേരെ കാട്ട്. അപ്പൊ ഗൈസ്, എന്റെ പേര് മികായൽ. അത് മികായലാണ് ഗൈസ്. അപ്പൊ നമ്മുടെ എണ്ണ ഒഴിച്ചു. ഇത്ര എണ്ണയേ ഉള്ളൂ നമ്മുടെ കറിക്ക്. ഇത്ര എണ്ണ മതിയായിരിക്കും. എണ്ണ നമ്മൾ ഒഴിച്ചു. വെയിറ്റ് ചെയ്യൂ ഗൈസ്, ഇപ്പൊ വരാം. ഈ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഇത്രയും കടുകേ ഉള്ളൂ. എന്തൊരു ദാരിദ്ര്യം പിടിച്ച വീടാണെന്ന് നോക്കൂ ഗൈസ്. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണമെങ്കിൽ അനുവിന്റെ വീഡിയോ കാണാം. തേങ്ങയുടെ ഇരുന്ന് പറയണേ. വീഡിയോ കണ്ടാലേ കാണാൻ പറ്റും. രണ്ടാമത് കുറച്ച് ഉലുവ ഇടുക. നേരെ പിടിക്കാൻ എനിക്ക് വീഡിയോ വേണം. അപ്പൊ നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് ഇത് ഇടുമ്പോൾ ഇപ്പോൾ ഒരു ഷൂ ഒന്നൊരു പൊട്ടിക്കറി ഉണ്ടാവും. ആ കൊതുകിനെ കൊല്ലോ. എന്നെയും കടിക്കാൻ തൊട്ടോ ഗൈസ്. നമ്മൾ അടുത്തതായിട്ട് എടോ ഓടിക്കൂടോ. ഇവിടെയുള്ള ടൈമല്ല, ഇത് ഊതിട്ടേ പോവാവൂ. ഇതുണ്ടാകാൻ കഴിയുമ്പോഴത്തേക്കും ഗൈസ് നല്ല ടേസ്റ്റ് ഉള്ള സംഭവമായിരിക്കും. ഒരു പട വെട്ടി കരുതി വരുന്ന ഒരു അവസ്ഥ. അയ്യോ, ഇതെന്തോ ഇങ്ങനെ തെറിക്കുന്നത് എനിക്കറിയത്തില്ല. നേരെ പിടിയതോ കൈ പൊളിപ്പ്. എന്താ പറ്റിയേ? ട്യൂഷൻ ടീച്ചറിനെ അങ്ങനെ പറ്റിയിട്ടുണ്ട്. നേരെ പിടിക്കും. ഒരു മീൻകറി വെക്കാൻ ഞാൻ പറഞ്ഞ പാടുണ്ട്. നീ ഇതിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വല്ല പൊട്ടിട്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള ഒന്നും പറയാനില്ല. നീ കള്ളണ്ട, അവർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി പോയി. അപ്പോ എനിക്കറിയത്തില്ല ഗൈസ്, ഇത് എന്താ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നെന്ന്. പൊട്ടിത്തെറിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് എന്താണ് ഈ പൊട്ടിത്തെറിക്കുക? ഞാൻ ഇതിനകത്ത് വെടികൊണ്ടൊന്നും ഇട്ടില്ല ഗൈസ്. പക്ഷെ എന്റെ ഇത് മൊത്തം പൊട്ടിത്തെറിക്കുക. ആകാശത്ത് നിന്നു. എന്റെ ക്യാമറമാൻ ഭയങ്കര കിടിലാണ് ഗൈസ്. ശരി, അപ്പൊ എങ്ങനെ ഇത്ര മസ്തോ ഇങ്ങനെയായി. നല്ല കണ്ണൊക്കെ എരിയണ ഗൈസ്. എന്നെക്കാളും കോമഡിയാണ് ഗൈസ് ഇവൻ. കോമഡി പീസ് തന്നെ. കോമഡി പീസാണ് ഗൈസ്. നമ്മളൊരു മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഗൈസ്. ഇവനെല്ലാം തട്ടി താഴെ ഇടുമെന്നാണ് തോന്നുന്നത് എന്റെ ഗൈസ്. നിന്റെ അച്ഛനാണോ പാട്ടി? എനിക്ക് അറിയില്ല ഗൈസ്. ഇത് അമിട്ട് പൊട്ടുന്ന പൊട്ടുവാണ് ഗൈസ്. എന്റെ ചട്ടി ചെയ്ത് നോക്ക് ഗൈസ്. അപ്പഴത്തേക്കും ആ പൊട്ടിത്തെറി ഒന്ന് മാറി. എനിക്ക് ഒന്ന് എണ്ണയുടെ ഷോർട്ടേജോ എന്തോ ആണ് ഈ പൊട്ടിത്തെറിക്കുള്ള
കാരണം എന്നാണ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പെട്ടിയാണ് ഗൈസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ കുറേ സാമഗ്രികൾ ഇവിടെ കിടപ്പുണ്ട്. നോക്കൂ ഗൈസ്, നോക്കൂ, ഇതൊക്കെയാണ് കവറുകളിൽ ഞാൻ വാങ്ങുന്ന സാധനം. ഓക്കെ ഗൈസ്, അവരും വിളിക്കുന്നുണ്ട് ഗൈസ് ഗൈസ്. കൈയൊക്കെ കുത്തല്ലേ, നമ്മൾ യൂട്യൂബേഴ്സ് അല്ലേ. ഇത് പറഞ്ഞപ്പോ അവൻ തന്നെ ചിരിക്കുന്നുണ്ട്. ഞാനൊരു യൂട്യൂബർ അല്ല. നീ ഒരു യൂട്യൂബർ അല്ല, കാരണം എന്റെ മുഖം കാണൂല. നിന്റെ മുഖം കാണില്ല, നീ ക്യാമറമാനാ. നീ വൈൽഡ് വീഡിയോഗ്രാഫി ചെയ്താൽ മതി, ക്യാമറമാൻ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇത് ഇത്തിരി വഴണ്ട് വരുന്ന സമയത്ത് ലാസ്റ്റ് ഇച്ചിരി മഞ്ഞപ്പൊടി ഉണ്ട്, അത് തൂത്തിടുക, വേറെ ഇല്ല ഗൈസ്, വാങ്ങണം. നമ്മൾ ഇത് തൂത്തിട്ടു. എന്നെ കാണിക്കൂ പ്ലീസ് സഹോദര, എന്നെ കാണിക്കൂ. ഞാൻ കാണിക്കുന്നുണ്ട്. ആ, ചട്ടിക്കിന് കാണിക്കില്ല, അത്രേ ഉള്ളൂ. ചട്ടീനെയും കാണിക്കണം. അതിനെ നോക്കാനല്ലേ പറഞ്ഞു. ഇനിതേ ഈ മുളക് പൊടിയാണ് ഗൈസ് നമ്മൾ യൂസ് ചെയ്യുന്ന കാശ്മീരി ചില്ലി. ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് ഇച്ചിരി ഇട്ട് കൊടുക്കോളൂ. ഇച്ചിരി മുളക് പൊടി ഇടും, കാരണം ഇത് ഇവനും കൂടെ തിന്നുന്ന കറിയാണ് ഗൈസ്. നേരെ കാണിക്കൂ, നേരെ. പിന്നെ കുരുമുളക് പൊടി ഞാൻ എല്ലാ കവറിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്ക് നിങ്ങൾ എന്നെ കഴുകി ഒഴിക്കുമായിരിക്കും, കുഴപ്പമില്ല. 100 ഗ്രാമിൻ്റെ സാധനമാണ്. ഇവിടെ വലിയ ആൾക്കാരും ഇല്ല, ആകെ ഞാനും ഇവനും ഒക്കെ മാത്രമേ ഉള്ളൂ. ഇവ ആണ്ടിലോ ആവണിലോ കഴിക്കും. അപ്പൊ നമ്മളിപ്പോൾ ഇട്ടത് മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി പൊടികളായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത്രയും ഇടുള്ളൂ ഗായ്സ്. ഇനി എന്റെ ചട്ടി കാണിച്ചു കൊടുക്കൂ ഗായ്സ്. ചട്ടിക്ക് അകം കാണിച്ചു കൊടുക്കൂ. മല കയറിയാണ് കാണിക്കുന്നത് ഗായ്സ്, കണ്ടോ? അപ്പൊ ഞങ്ങള് ഇത്രയും ഇട്ട് വരും. ഇതിന് ശേഷം നമ്മൾ ഇടാൻ പോകുന്നത്, വെയിറ്റ് ചെയ്യൂ, ഞങ്ങൾ ഇതിന് ഇത് കണ്ടോ, ഇത് ഞങ്ങൾ ഇടുക്കിന്ന് വാങ്ങിച്ച കാട്ടുപുളിയാണ് കേട്ടോ, കുടംപുളി, കാട്ടുകുടംപുളി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പക്ഷെ കാട്ടുപുളിയല്ലേ തിന്നുന്നേ, ഇവനൊരു തീറ്റ പണ്ടരമാണ് ഗായ്സ്. അപ്പോൾ ഞങ്ങൾ അപ്പം നമ്മൾ ഈ പുളി ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് കുറച്ച് നേരം വച്ചിരിക്കണം. എനിക്ക് മറന്നുപോയി ഗായ്സ്. ഈ കുട്ടി പിശാശ് എൻ്റെ കൂടെ വന്നിരുന്ന് എന്നെ എല്ലാം മറവിയിലോട്ട് വിട്ടു കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാധനം റെഡിയായി. നമ്മളിത് ഇട്ടു, എന്നിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്യും. നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ കൊല്ലും ഗൈസ്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം. നമ്മുടെ മീൻ മുങ്ങി നിൽക്കണം എന്നാണ് എല്ലാവരും പറയുക. എനിക്കിങ്ങനെ ഓവറായിട്ട് വെള്ളം ഒഴിക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് ഇച്ചിരി വെള്ളം എടുത്തോ. നിന്നെ ഞാനേ ഇത്തിരി വീഡിയോ എടുക്കാൻ വേണ്ടി കൊണ്ടുവരാണോ, നീ എന്നെ പണി എടുപ്പിക്കുവോ? എനിക്ക് വെള്ളം വേണം. എന്താ പിടി, ക്യാമറമാനെ ദാഹിക്കുകയാണ് ഗൈസ്, കുടിക്കും. ഓ, അതുകൊണ്ട് നീ എന്താ കാണിക്കരുത്. ഇനി എന്റെ പിന്നാമ്പുറ ക്യാമറമാൻ ഇവനാണ് ഗൈസ്. ഇതാണ് എന്റെ ക്യാമറമാൻ ശുക്കുണ്ണി. ശുക്കുണ്ണിയാണ് എന്റെ ക്യാമറ. ശുക്കുണ്ണി എന്നല്ല വിളിക്കണേ, വീട്ടിൽ വിളിക്കുന്ന പേര് ബേബി. ബേബി, ശുക്കുണ്ണി ബേബി. ഇതാണ് എന്റെ ബേബി, അല്ലടാ ബേബി. ഇതാണ് എന്റെ അനുവിന്റെ ബേബി. ആർക്കും വേണ്ടാത്ത എല്ലാ മുതലും വന്ന് തങ്ങുന്ന സ്ഥലമാണ് ഗായ്സ് എന്റെ വീട്. നമ്മൾ ഈ മീൻ ഇട്ട് കൊടുക്കും. ഇപ്പൊ ഈ കരണ്ടി അടിക്കുകയാണെങ്കിൽ പൊള്ളി പോകും ഗായ്സ്. കണ്ടോ, ഈ മീൻ ഓരോന്ന് വീതി ചട്ടിക്കകത്ത് ഇട്ട് കൊടുക്കലാണ് നമ്മുടെ പരിപാടി. കൊല്ലി എന്നിട്ടോളാം, വേറെ ആരും വേണ്ട ഗായ്സ്. എനിക്ക് വേണം. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എടാ അവസാനം ഇരിക്കടാ അവിടെ കുരുത്തം കേട്ടവന്. എന്റെ ഗായ്സ് ഞാൻ ഉരുകുവാ ഗായ്സ്, ഉരുകുവാ. അയ്യോ, അടപ്പെടുത്തിട്ട് വരട്ടെ. നിക്കേ ബേബി. ഓഫാക്കിയാ നീ? ഇല്ല. അപ്പൊ നമ്മളിത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിലാക്കി വേവിക്കണം കുറച്ച് സമയത്തേക്ക്. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഇത്രേ ഉള്ളൂ ഗൈസ്, നമ്മുടെ മീൻ വറുത്തത് റെഡിയായി. നമ്മുടെ മീൻ വറുത്തത് അത് കഴിയുമ്പോൾ നമ്മള് കഴിച്ചിട്ട് കിടക്കും ഗൈസ്. കൂടുതലൊന്നും ഞാൻ കാണിക്കില്ല.
ഇവനെ ഫുൾ ടൈം ഈ യൂട്യൂബിൽ വീഡിയോസ് കാണും ഗൈസ്. അങ്ങനത്തെ പ്രാന്തായതാണ്. പറഞ്ഞോട് ലൈക്ക് സബ്സ്ക്രൈബ്. എന്ത് ചെയ്യണം? ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. എവിടെ? അപ്പൊ ഇതാണ് എൻ്റെ വറുത്ത മീൻ, ഇതാണ് എൻ്റെ മീൻകറി. ഞാനിങ്ങനെ ഭയങ്കര കളറിയും വെക്കും കുരുമുളക് കിട്ടുമ്പോൾ. എൻ്റെ കറികളൊക്കെ കണ്ടല്ലോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സബ്സ്ക്രിപ്ഷൻ ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോയിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ പാകലാം. ബൈ.